ഗുഡ് മോർണിംഗ് എവ്രി വൺ. നമ്മൾ ബ്രസൽസിലാണുള്ളത്, ബെൽജിയം. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ബെൽജിയം എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോ കണ്ടു കാണുമെന്ന് ഉദ്ദേശിക്കുന്നു. ഇപ്പം സമയം 8 മണി ആൻഡ് വി ആർ ഗോയിങ് ടു ആംസ്റ്റർഡാം. ഞാൻ ഒറ്റയ്ക്കല്ല, ദിസ് ഇസ് മൈ സിസ്റ്റർ മിഞ്ചു. ബസ് ഇവിടുന്ന് ഒരു 2 hours 40 minutes ഉണ്ട് ആംസ്റ്റർഡാമിലേക്ക്. ബൈ റോഡാണ് പോകുന്നത്, ബസ്സിലാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ടിപ്പിക്കൽ ബസ്. നമ്മൾ വളരെ നേരത്തെ എത്തിയതുകൊണ്ട് കുഴപ്പമില്ല, ഹറിബറി ഉണ്ടായിരുന്നില്ല. അപ്പം ലെറ്റ്സ് സീ. നമ്മൾ കുറച്ച് ലേറ്റ് ആയി. അപ്പോൾ നമ്മൾ സാധാരണ ബസ് പിടിച്ചെത്തിയെങ്കിൽ ലേറ്റാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഒരു സ്ഥലത്ത് ഇറങ്ങി ഉബറൊക്കെ പിടിച്ചിട്ടാണ് വന്നത്. ഇറ്റ്സ് ഓക്കെ. അപ്പം ഇപ്പം ജസ്റ്റ് ബസ് സ്റ്റാർട്ട് ചെയ്തുള്ളൂ. ലെറ്റ്സ് സീ. നമ്മൾ ഇന്നും നാളെയാണ് ആംസ്റ്റർഡാമിലുള്ളത്. ആൻഡ് യെസ്, ആംസ്റ്റർഡാമിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പോകുന്നുണ്ട്. കുറേ നാളെ നമ്മളൊരു ഗൈഡഡ് ടൂറൊക്കെ എടുത്തിട്ടുണ്ട് അവിടുത്തെ ഒരു ഡച്ച് വില്ലേജിലേക്കൊക്കെ. സോ ലെറ്റ്സ് റോക്ക്, സ്റ്റേ ട്യൂൺഡ്. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ ആംസ്റ്റർഡാമിൽ ഇറങ്ങി. ആംസ്റ്റർഡാം സെൻട്രലായിട്ട് ഇത് സ്ലോട്ട് ഡിക്കെന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ നിന്ന് ഇനി ബസ് അല്ലെങ്കിൽ മെട്രോ എടുത്തിട്ട് വേണം പോകാൻ. ഇതാണ് നമ്മൾ വന്ന ബസ്. ഫ്ലെക്സ് ബസ് എന്ന് പറയും. ഇവിടെ മെയിൻലി യൂറോപ്പിലുള്ള മെയിൻലി ഇതല്ല, അത് ഫ്ലെക്സ് ബസ്. കുറേ ജർമ്മനി നമ്മുടെ അടുത്തുള്ള എവിടെ പോകണമെങ്കിൽ ഫ്ലെക്സ് ബസ്. അതെ, ഇനി ഇവിടുന്ന് നമ്മൾ ആംസ്റ്റർഡാമിലേക്ക് ഒരു ഫ്ലെക്സ് ബസ് മോർണിംഗ്. ഇത് നല്ല കംഫർട്ടബിൾ ആയിരുന്നു. മോർണിംഗ് എനിക്ക് തോന്നുന്നു 54 euro രണ്ടു പേർക്ക് കൂടി. അതായത് ഏകദേശം നമ്മുടെ ഒരു 5600 INR ആ റേഞ്ച് ഫ്രണ്ട്സ്. അപ്പം ഇനി നമ്മൾ സ്ലോട്ട് എടുക്കുന്ന ഇനി സെൻട്രലിലേക്കാണ് പോകേണ്ടത്. സെൻട്രലിലാണ് നമ്മുടെ റൂമാണ് എടുത്തേക്കണം. അപ്പോൾ അങ്ങോട്ട് ഇനി മെട്രോ എടുത്തിട്ട് വേണം പോകാൻ. ഒരു 30 minutes. ഇവിടെ വെയിലും ഉണ്ടെന്ന് അത്യാവശ്യം തണുപ്പുണ്ട്. ഈ നാട് പ്രത്യേകിച്ച് ഈ നെതർലൻഡ്സ് ഭയങ്കര തണുപ്പാണ്. എപ്പോൾ വന്നാലും നെതർലൻഡ്സിൽ ഭയങ്കര കാറ്റ്. ഇവിടെ ആ കാറ്റ് കാരണം തണുപ്പ് എപ്പോഴും ഉണ്ടാവും. ബട്ട് സമ്മർ അടിപൊളി സ്ഥലമാണ് കാണാൻ. പിന്നെ ഇവിടെ ഡച്ച് മാത്രമേ ഉള്ളൂ ലാംഗ്വേജ്. പിന്നെ ആ ഡച്ചിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും എല്ലാ സ്ഥലത്തും. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഒന്നും ബ്രസൽസ് പോലെ നമുക്ക് കിഡ്സിന് ഫ്രീ ഒന്നല്ല. ഇപ്പം കിഡ്സിന് പോലും ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൊടുക്കണം. അത്യാവശ്യം നാളെ നമ്മൾ ഡച്ച് വില്ലേജിൽ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ എക്സ്പെൻസീവ് ആണ്, മൊത്തത്തിൽ എക്സ്പെൻസീവ് ആണ്. ബ്രസൽസിന്റെ പോലെ തന്നെ ഇവിടെ എല്ലാം എക്സ്പെൻസീവ് ആണ്. എസ്പെഷ്യലി ആംസ്റ്റർഡാം നല്ല എക്സ്പെൻസീവ് ആണ്. ഇറ്റ്സ് മൈ 4th time. ഇവരിവിടെ നേരത്തെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഞങ്ങള് കുക്കനോഫ് പോയി. അത് കാണേണ്ട ഒരു അടിപൊളി ട്യൂലിപ്സ് ഗാർഡൻ. ട്യൂലിപ്സ് ഗാർഡൻ നമുക്ക് മിസ്സാസനല്ലേ ഏപ്രിൽ ആ സമയത്താണ് നമ്മുടെ അന്യൻ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ആ പാട്ടിലേക്കുള്ള. പക്ഷെ ആ അന്യൻ സിനിമ ഉള്ളത് ട്യൂലിപ്സ് ഫീൽഡ് എല്ലായിടത്തും ഉണ്ട്. അതിവിടെയാണ്. ആ ഫീൽഡിൽ അങ്ങനെ പബ്ലിക്കിന് കയറി ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല. പക്ഷെ നമ്മുടെ ഇന്ത്യൻസ് എവിടെ കണ്ടാലും ചാടി കയറി ഫോട്ടോ എടുക്കും. ആ ഫാർമേഴ്സിന്റെ പെർമിഷൻ വേണം. ട്രെയിൻ പെട്ടെന്ന് എത്തി ഗൈസ്. നമ്മളൊരു 30 minutes എടുക്കുമെന്ന് വിചാരിച്ചു. അതെ, പക്ഷേ ഇത് പട്ടപ്പട്ടയിൽ എത്തി. ഇത്രയും ദൂരം ഉണ്ടായിരുന്നുള്ളത്. ട്രെയിൻ നല്ല സ്പീഡിലാണ് പോയത്. വേഗം തന്നെ നമ്മൾ സെൻട്രലിലെത്തി ഗൈസ്. നമ്മൾ സെൻട്രൽ തന്നെയാണ് ഗൈസ് റൂം എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് കാര്യങ്ങൾ പോകാനും ഇതിനൊക്കെ അടുത്ത് തന്നെയാണ്. എല്ലാം നമുക്ക് വേറെ അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. പിന്നെ എനിക്ക് കുറച്ചത് എക്സ്പെൻസീവ് ആണെന്ന് വെച്ചാൽ എക്സ്പെൻസീവ് ഒന്നുമല്ല, എല്ലാം സെയിം റേറ്റൊക്കെ തന്നെ. നമ്മൾ റൂം കാണിച്ചു തരാം. സ്റ്റേഷൻ എന്തായാലും കൊള്ളാം. യെസ് ഗൈസ്, ഫൈനലി വി ആർ ഇൻ ആംസ്റ്റർഡാം. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഇങ്ങനെ ട്രിപ്പ് ഇറങ്ങിയിട്ടില്ല, ഇതുവരെ പോയിട്ടില്ല എന്ന് തോന്നുന്നു. അതെ, പക്ഷെ അത് വന്നത് ആദ്യം തന്നെ ഇവിടെ. അതെ അതെ അതെ. അപ്പോൾ ഗൈസ് ഇത് സെൻട്രൽ ഇത് ട്രാം സ്റ്റേഷൻ ആണ്. ഇവിടെ ട്രാം സ്റ്റേഷൻ ഉണ്ട്. നമ്മുടെ ഹോട്ടലും ഉള്ളത് ഇവിടുന്ന് എനിക്ക് തോന്നുന്നു വലിയ ദൂരമൊന്നുമില്ല, ഒരു 1 kilometer താഴെ എന്തോ ആണ്. Let's
ആംസ്റ്റർഡാമിൻ്റെ അവിടെയുള്ള ആ സെൻട്രൽ സ്റ്റേഷൻ്റെ അവിടെയുള്ള നമ്മുടെ ലേക്കില്ലേ, ലേക്കിൻ്റെ സ്റ്റാർട്ടിങ് ആട്ടാ, ആ ഫ്രണ്ടിലുള്ള അതാണ് സെൻട്രൽ സ്റ്റേഷൻ. നമുക്ക് അങ്ങോട്ട് റൂം കണ്ടുപിടിക്കണം. ഇനി റൂം അടുത്ത് തന്നെയാണ്, മാപ്പിലിട്ട്. ഫ്രണ്ട്സ് ബോട്ടിങ് ഇവിടെ മറ്റേ കനാലിൽ ബോട്ടിങ്ങിന് പോകണം. ഇത് നാളെയാണ് നമ്മൾ ചെയ്യണത്. ബാ നമ്മളിവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. റൂമിൽ പോയിട്ടൊന്ന് ചേഞ്ച് ആയിട്ട് ഇറങ്ങാൻ. യെസ് ഗൈസ്, ഇത് ഇവിടെ ഇത് ട്രാമല്ലേ, ഇത് അവിടെ ഒരു ട്രാം നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ ആംസ്റ്റർഡാം സെൻട്രലിലെ മെയിൻ ഇത്. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒരു രക്ഷയില്ല. അതായത് നമ്മുടെ സെൻട്രലിലെ മെയിൻ എൻട്രൻസ് ആണിത്, ആംസ്റ്റർഡാം സെൻട്രലിലെ നിൽക്കുന്നത്. സെൻട്രലിലെ മെയിൻ ഇതാണ്. ഇവിടുന്ന് ഒരു നമുക്കൊരു 500 മീറ്റേഴ്സ് മാറിയിട്ടാണ് നമ്മുടെ റൂം. നമ്മൾ ഏറ്റവും മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസിലാണ് നമ്മൾ റൂം എടുത്തേക്കുന്നത്. അതങ്ങനെ നോക്കി എടുത്താണ്, കുറച്ച് എക്സ്പെൻസീവ് ആണ്, ഇല്ലെന്നല്ല. ബട്ട് അങ്ങനെ എടുത്തില്ലെങ്കിൽ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നീങ്ങിയാലും വലിയ റേറ്റ് കുറവൊന്നും നമ്മൾ മേ ബി ഒരു INR വെച്ച് പറയുകയാണെങ്കിൽ ഒരു 3K 4K INR കുറവുണ്ടില്ലെന്നല്ല. ബട്ട് നമുക്കത് കൺവീനിയൻ്റ് അല്ലാതെ തോന്നി. നമ്മൾ ഇത്രയും ഒരു പ്ലേസിൽ വന്നിട്ട് ആ ഒരു ഹോട്ട്സ്പോട്ടിൽ റൂം എടുത്തില്ലെങ്കിൽ ആളുമ്പല്ലേ. ലെറ്റ്സ് സീ ഡെൽറ്റ. ഇവിടുത്തെ ഫേമസ്. ഓക്കെ ഇവിടെ ഈ ഇത് കണ്ട്, ഈ മാനിക്കൻ പിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെൽജിയം അല്ല, നമ്മുടെ ആംസ്റ്റർഡാം മാനിക്കൻ പിസ് എന്ന് പറഞ്ഞ ഷോപ്പാണ്. ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. ഈ ഹോട്ടൽ ഡെൽറ്റ നമ്മൾ ഫസ്റ്റ് നോക്കിയതാണ്, പിന്നെ അത് മാറ്റി. ഇവിടെ കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ട്, നമുക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്യണം. റൂമിലൊന്ന് കയറി ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് സെറ്റാക്കണം. അടിപൊളി. ഇവിടെ നടക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്മെല്ലുണ്ട് കേട്ടോ. എന്താ ഞാൻ പറയണ്ടല്ലോ, പ്രൈസ് ഒന്നുമല്ല. അടിപൊളി. നമ്മൾ ആ ഷോപ്പിലേക്ക് പോകുന്നുണ്ട്, ദി ഫേമസ് ബുൾഡോഗ്. അയ്യോ പാവം. അതെ ഇതാണ് നമ്മുടെ ഹോട്ടൽ ബെൻ സെൻറ്റർ.